ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വീഡിയോ ടെലിഗ്രാം നമ്മൾ എങ്ങനെയാണ് നെറ്റിൽ കണക്ട് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് ഗൂഗിൾ ആപ്സ് കണക്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഗൂഗിൾ ആപ്സിലേക്ക് പോകാനായിട്ട് നമ്മൾ console.cloud.google.com എന്ന് അടിക്കുക. അതിൽ ആദ്യം അവർ ഇത് കംപ്ലീറ്റ് ഫ്രീ സർവീസാണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ടാണ് അവർ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനൊക്കെ ചോദിക്കും. പക്ഷേ അത് കൊടുക്കാം. എത്രയോ ഒരു ചെറിയൊരു ട്രാൻസാക്ഷൻ 2 രൂപ 10 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ആ മണി അവർ റീഫണ്ട് ചെയ്യും. ജസ്റ്റ് നമ്മുടെ ഇതിൽ വാലിഡ് കസ്റ്റമർ ആണെന്നും അതുപോലെ ഇൻ കേസ് ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് പോവുക. അതിൽ നമ്മൾ എനേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ആദ്യം എനേബിൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കയറുമ്പോൾ ഇതിൽ ഡിസേബിൾ ആയിരിക്കും. അത് എനേബിൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്രെഡൻഷ്യൽസിലേക്ക് സെർച്ച് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ചെയ്യണത് console.google.com-ലാണ്. അത് നമ്മൾ ഗൂഗിൾ ലോഗിൻ വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇവിടെ ഞാനത് ഓൾറെഡി ഞാനൊരു ഓതൻറ്റിക്കേഷൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് അതിൽ OAuth 2.0 അതാണ് ഓത്ത് ക്ലയൻറ്റ് ഐ ഡിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിലേക്ക് ചെയ്യാനായിട്ട്. അത് ഞാനിപ്പോൾ ഒരു ഡെമോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ നെറ്റ് ഡെമോ ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ പോലെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഓതറൈസ്ഡ് അതിൽ ഒരു URL അതിപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഗൂഗിൾ ഷീറ്റ്സ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ പുതിയൊരു ക്രെഡൻഷ്യൽസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു URL കാണിക്കും. അത് നമ്മൾ കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ console.google നമ്മളത് പേസ്റ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ അതിൽ നമ്മുടെ ഒരു ക്ലയൻറ്റ് ഐ ഡി ജനറേറ്റ് ആവും. ഒരു ക്ലയൻറ്റ് സീക്രട്ട് ജനറേറ്റ് ആവും. ക്ലയൻറ്റ് ഐ ഡിയെ നമുക്ക് കാണാം. ക്ലയൻറ്റ് സീക്രട്ട് ഒരു പ്രാവശ്യം ജനറേറ്റ് ചെയ്യുന്ന സമയത്തേ കാണാൻ പറ്റുള്ളൂ. അത് ജനറേറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ അത് കോപ്പി ചെയ്ത് ഇവിടെ ക്രെഡൻഷ്യൽസിൽ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ സൈൻ ഇൻ കൊടുക്കുകയാണ്. അപ്പോൾ സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇത് കണക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള അതിലേക്ക് ഓപ്പൺ ആവും. നമ്മുടെ Gmail ID വെച്ചിട്ട് നമ്മളത് ലോഗിൻ ചെയ്യാം. അത് വെരിഫൈ ചെയ്യാനുള്ള ട്രസ്റ്റഡ് അങ്ങനത്തെ കുറേ എല്ലാ മെസ്സേജ് കൊടുത്തേക്കുക. അത് നമ്മുടെ ഗൂഗിൾ ആപ്സ് നമ്മുടെ Gmail അല്ലെങ്കിൽ അത് എക്സ്റ്റേണൽ ആപ്പ് വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നുള്ളതിനതാണ്. ഈ മെസ്സേജ് കിട്ടണം നമുക്ക്. N8N കണക്ഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കിട്ടണം. എന്നാൽ മാത്രമാണ് ഇതിലിത് സക്സസ്ഫുൾ ആവുള്ളൂ. ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഗൂഗിൾ ഷീറ്റ്സിൽ ഒരു ടെസ്റ്റ് ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അതൊരു ക്രിയേറ്റ് ഷീറ്റാണ്, ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്. അതാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ആവും. ഇത് നമുക്ക് പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പല റിപ്പോർട്ട് പുൾ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അതുപോലെ ക്രിയേറ്റ് ഫോൾഡർ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ ടെസ്റ്റ് API 1 അല്ലെങ്കിൽ API 2 എന്നുള്ളൊരു ഫോൾഡർ. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ജനറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ടെസ്റ്റ് API 2 ഫോൾഡറാണ്. ഇപ്പോൾ ഇതിൽ അടുത്തൊരു ഇതൊക്കെ ഒരു ബേസിക് ഇതാണ്. ഗൂഗിൾ ആപ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതിനാണ്. അപ്പോൾ ഇതിൽ API ക്രിയേറ്റ് ആയി. ഇതിപ്പോൾ നമ്മൾ ഗൂഗിൾ ആപ്സിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ടെസ്റ്റ് API 2 ഫോൾഡറും കാണാം. ഈ അവസാനത്തെ 2 ഡോക് ഷീറ്റും കാണാം. ഇത് രണ്ടും നമ്മളിപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.